ഒരു നാട്ടിൽ അതിഥി എന്ന പെൺകുട്ടി ഒരു സിംഗർ ആകണമെന്ന സ്വപ്നവുമായി മ്യൂസിക് ബാൻഡിൽ ചേരുകയും ഹരി എന്ന ഒരുത്തനുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അവൾ സ്കോട്ട്ലാൻഡിൽ ഒരു മ്യൂസിക് പ്രോഗ്രാമിനായി പോകുമ്പോഴാണ് ഹരിക്ക് വേറൊരു സൈഡ് ചിക്ക് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതവളെ മാനസികമായി തകർക്കുന്നു. സങ്കടം സഹിക്കാനാവാതെ അവൾ ചാവാനായി ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നു. പക്ഷെ അത്ഭുതകരമായി അവൾ രക്ഷപ്പെടുന്നു. എന്നാൽ അപകടത്തിൽ അവൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുന്നു. അതിനുശേഷം അവൾക്ക് വിചിത്രമായ ഒരു അവസ്ഥ വരുന്നു. ഒരു ദിവസം നടന്ന കാര്യങ്ങൾ അവൾക്ക് ഉറങ്ങുന്നതുവരെ മാത്രമേ ഓർമ്മയുണ്ടാകൂ. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം നടന്നൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാകില്ല. ഒരു ദിവസം ഉണരുന്ന അതിഥിയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥ എന്ന ആളും പാൽമാണിക്യം എന്ന ഡോക്ടറും എത്തുന്നു. സിദ്ധാർത്ഥ അവളുടെ കാമുകനാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ സത്യം അതല്ല. സിദ്ധാർത്ഥ അവളുടെ കാമുകനല്ല. 10 വയസ്സ് മുതൽ അവളുടെ രഹസ്യമായി ക്രഷുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ ഊട്ടിയിൽ പിയാനോ പഠിക്കാനെത്തിയ അതിഥിയെ ആദ്യമായി കണ്ട സമയം തന്നെ സിദ്ധാർത്ഥൻ അവളുടെ ക്രഷ് അടിക്കുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മ ഒരു പിയാനോ ടീച്ചർ ആയിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം സിദ്ധാർത്ഥ അതിയുടെ ജീവിതത്തിൽ അവൾ അറിയാതെ കാവൽക്കാരനായി മാറുന്നു. അതേസമയം അപകടത്തിന് ശേഷം ഓർമ്മശക്തി നഷ്ടപ്പെട്ട അതിഥിയെ സ്വന്തം ജീവൻ പോലെ അവൻ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഓരോ ദിവസവും പഴയ കാര്യങ്ങൾ മറന്നു പോകുമ്പോഴും അവളെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ സിദ്ധാർത്ഥ തയ്യാറാകുന്നു. അതിനിടയിൽ ഹരി വീണ്ടും അതിഥിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവസാനം സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ സ്നേഹം അതിഥി തിരിച്ചറിയുന്നു. എന്നാൽ അവസാനം ഹരി അവരെ ആക്രമിക്കുന്നു. അതിഥിയെ രക്ഷിക്കുന്നതിനിടെ സിദ്ധാർത്ഥിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അങ്ങനെ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച സിദ്ധാർത്ഥിനെ അതിഥി മനസ്സോടെ സ്വീകരിക്കുന്നു.